നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസ് മർദ്ദനത്തെ തുടർന്ന് വിനായകൻ ആത്മഹത്യ ചെയ്തു. ഈ വാർത്ത കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. പോലീസിൻ്റെ ക്രൂര മർദ്ദനത്തെ തുടർന്നായിരുന്നു വിനായകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഏങ്ങണ്ടിയൂരിലാണ് ദളിത് യുവാവായ വിനായകൻ ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിൽ കോടതി ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ വിനായകൻ്റെ കുടുംബം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. തൃശൂർ SC കോടതിയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. വിനായകന്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി നൽകിയ പരാതിയിലാണ് കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ചോദ്യം ചെയ്ത വിനായകന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കുറ്റപത്രത്തിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല. പോലീസ് മർദ്ദനത്തെ തുടർന്ന് വിനായകൻ ആത്മഹത്യ ചെയ്തു എന്നതാണ് പരാതി. 2017 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്. അന്നത്തെ പത്രങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത വന്നതായിരുന്നു. വിനായകന് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു അന്ന് 19 വയസ്സുകാരനായ വിനായകനെ പൗറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടുകാരെത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വിട്ടയച്ചത്. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു വഴിയരികിൽ നിന്ന വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് കുടുംബത്തിൻ്റെ പരാതി. പിന്നീടുണ്ടായ മനോവിഷമത്തിൽ പോലീസ് വിട്ടയച്ചതിന് തൊട്ട് പിന്നാലെ വിനായകൻ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുകയായിരുന്നു. വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റു എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാണ്. അപ്പോൾ പോലീസുകാർക്കെതിരെ കുറ്റം ചുമത്താത്തത് ഗൂഢാലോചനയാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതോടെയാണ് കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചതും ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായി ഉത്തരവിട്ടതും. ലോകായുക്തയിലും കുടുംബം പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രതികളായ പൗറട്ടി പോലീസ് സ്റ്റേഷനിലെ 2 CPOമാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് വിനായകന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അതിൽ നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഒഴിവാക്കിയത് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുകയായിരുന്നുവെന്ന് ദളിത് സമുദായ മുന്നണിയും ആരോപിക്കുന്നുണ്ട്. കോടതി നീതിപൂർവമായ ഒരു അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വിനായകന്റെ കുടുംബത്തിന് ഇപ്പോഴുമുണ്ട്. SC ആക്ട് അനുസരിച്ച് കേസെടുക്കാത്തതിനെ ലോകായുക്തയും അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. പിന്നീടാണ് ഈ വകുപ്പും ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന വകുപ്പും ചുമത്തി കേസിന്റെ അന്വേഷണം വഴിമാറ്റി മുന്നോട്ട് കൊണ്ടുപോയത്. പോലീസിന്റെ പീഡനത്തിൽ മനം തൊന്ന് വിനായകൻ തൂങ്ങി മരിച്ചു എന്നാണ് ബന്ധുക്കൾ ഇപ്പോഴും ആരോപിക്കുന്നത്. കേസിൽ പോലീസുകാർ മർദ്ദിച്ചു എന്നത് വ്യക്തമാക്കുന്ന ആദ്യ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പൗറട്ടി സ്റ്റേഷനിലെ പോലീസുകാരായ TP ശ്രീജിത്ത്, K സാജൻ എന്നിവർ ചേർന്ന് വിനായകനെ മർദ്ദിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്യായമായി തടങ്കലിൽ വെച്ചു, മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി, പട്ടികജാതി വർഗ അതിക്രമ നിരോധന നിയമം ലംഘിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പക്ഷേ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താത്തത് തന്നെയാണ് ഗുരുതര പിഴവ്. ഇത് അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതായി മാറിയിരിക്കുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്ത നടപടി അതിൽ കൂടുതൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്.